ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ എനിക്ക് സുഖമാണ്. ഞാൻ ഇവിടുത്തെ രാവിലത്തെ ജോലികളെല്ലാം തീർന്ന് ജോലിക്ക് പോകാൻ ഇറങ്ങാം കേട്ടോ. എവിടെ പോകാൻ ഇറങ്ങിയാലും ഉമ്മാക്ക് അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാണും കേട്ടോ. അപ്പോൾ അതാണ്ട് കടയിലേക്ക് അരി എടുക്കാനുള്ള പൈസ തന്നതാണ്. ഓൾറെഡി ഞാൻ ഇറക്കാൻ ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കണൂനെ അംഗൻവാടിയിലൊന്ന് കൊണ്ടുവിടണം കേട്ടോ. എന്നിട്ട് വേണം അരിയൊക്കെ എടുത്തു കൊടുത്തിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാനായിട്ട്. ഇന്ന് എന്തായാലും വഴക്ക് കേൾക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ തക്കണൂനെയും കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഓഫീസിലെ ലാസ്റ്റ് വണ്ടി ഞാനാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തക്കടൂനെ അംഗൻവാടി വിട്ടിട്ട് പോകുമ്പോൾ എനിക്ക് നേരമാവും. തക്കടൂനെ നമുക്ക് 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ അംഗൻവാടി കൊണ്ടുവിടുന്നത്. തക്കടു എണീറ്റ് വരുന്ന ഉടനെ ഞാൻ പോകുന്നില്ല, അംഗൻവാടി പോകുന്നില്ല, എനിക്ക് വയ്യ, അങ്ങനെ പല കാരണങ്ങളും കൊണ്ടാണ് എണീക്കുന്നത്. പിന്നെ ഞാൻ ഓരോ പരുവത്തിന് സോപ്പിട്ട് മെരുക്കി എടുക്കുന്ന കേട്ടോ. അപ്പോൾ തക്കടു ഇറങ്ങി താണ്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് 2ാം ശനിയായിരുന്നു. ഞാൻ തക്കുടൂനെ കൊണ്ട് അംഗൻവാടി വന്നിട്ടാ. ഞങ്ങൾ സസ്യമായി കേട്ടാ. അംഗൻവാടി അടച്ചു കിടക്കുന്നത്. അയ്യോ, ഒരു ബോധം പോക്കണമില്ലാത്ത ഞാൻ. തക്കുടൂൻ്റെ ചിരി സന്തോഷം നോക്കുക കേട്ടാ. എനിക്കെന്നും ജോലിയുള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഓഫുള്ള ദിവസങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടാ. അങ്ങനെ ഞാൻ കൊണ്ടുവന്നാണ്. ഇനി തക്കടൂനെ ഞാൻ അംഗൻവാടി വിട്ടിട്ട് കടയത്തേക്ക് അരി എടുത്തു കൊടുക്കണം, എന്നിട്ട് വേണം ജോലിക്ക് വേണ്ട. അപ്പോൾ ഓക്കെ ഞാൻ പോട്ടെ. അങ്ങനെ തക്കടൂനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി. അംഗൻവാടിയിലെല്ലാം വിട്ടത് വീട്ടിൽ കൊണ്ടാക്കി. അങ്ങനെ കടയിലേക്ക് അരി എടുക്കാനായിട്ട് പോയി അരിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാ. പിന്നെ വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് വീഡിയോ പിടിക്കുകയും വേണം, പോവുകയും വേണം. അങ്ങനെ ഒരു ധൃതിയിൽ നിൽക്കുകയാണ്. എങ്കിലും ഞാൻ എൻ്റെ വീഡിയോ മുടക്കില്ല കേട്ടോ. അപ്പം ഞാൻ അരി ഒരു ചാക്ക് അരിയാണ്. ഒരു ചാക്ക് പറഞ്ഞാൽ 25 കിലോൻ്റെ ചാക്കാണ് കേട്ടോ. എങ്കിലും പൊക്കി ഞാനെടുത്ത് ഇവിടെ കൊണ്ടുവച്ച് കട തുറന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഗ്രില്ലൊക്കെ തുറന്നിട്ട് അതിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് വീട്ടിലോട്ട് പോവാണ്. രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കണം, എന്നിട്ട് വേണം ഇറങ്ങാനായിട്ട്. തക്കടുവിൻ്റെ ഒരു സന്തോഷം നിങ്ങളെന്ന് ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ, നിങ്ങൾ കണ്ടതല്ലേ. തക്കടു ഭയങ്കര ചിരിയും ബഹളമായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി. വീട്ടിൽ വീണ്ടും വന്ന് കേട്ടോ. അപ്പോൾ ഒന്നും കഴിക്കാതെയാണ് ഞാൻ പോയത്. അപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. തലത്തെ ഹെൽമെറ്റ് വരെ ഊരിയിട്ടില്ല കേട്ടോ. അപ്പോൾ വെപ്രാളമാണ്. അപ്പോൾ ഹെൽമെറ്റ് ഊരാതെ തന്നെ അവിടെ ഇരുന്ന് രാവിലത്തെ കാപ്പി കുടിച്ച്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉമ്മ എനിക്ക് കഴിക്കാൻ കൊണ്ടുപോകാൻ പാത്രത്തിലൊക്കെ ആക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദോശയും ചമ്മന്തിയാണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ പാത്രത്തിൽ കഴിക്കാൻ തക്കാളി ചോറാണ് കേട്ടോ ആക്കുന്നത്. അതാകുമ്പോൾ കറിയൊന്നും വേണ്ടല്ലോ, കുറച്ച് അച്ചാറും കൂടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഓഫീസിൽ ചെന്ന വർക്ക് പരമായിട്ടുള്ള വീഡിയോസ് മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ മോൻ വന്നായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മോനെയും കൊണ്ട് പല്ല് ഡോക്ടറിൻ്റെ അടുത്ത് വന്നാണ് കേട്ടോ. മൊത്തത്തിൽ കമ്പി വേലി കെട്ടി എൻ്റെ കുട്ടിൻ്റെ പല്ല് അല്ലേ. പിന്നെ പല്ല് നിരയിൽ വന്നിട്ട് പല്ലെടുക്കും പറഞ്ഞ ഡോക്ടർ. എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? ഇല്ല? എന്തെങ്കിലും ഇറിറ്റേഷൻ? ഒന്നുമില്ല? ഓക്കെയാണ്. പല്ല് കമ്പിട്ട് ജ്യൂസ് കുടിക്കാൻ പാടില്ല അത്ര. ജ്യൂസ് കുടിക്കാൻ പാടില്ല. ഇനി പോകണ്ടേ? ഇതെടുത്ത് കിണറ്റിക്ക് ഇട്ടേന്ന്. ഞങ്ങളിരിക്കുന്നത് കിണറ്റിൻ്റെ മണ്ടയിലാണ് കേട്ടോ. ഫ്രണ്ടിലെ പല്ല് ചെറുതായിരുന്നു പൊട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്യാപ്പ് ഇടാൻ വേണ്ടി കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് പല്ലെല്ലാം നില തെറ്റിയിരിക്കുകയാണ്, കമ്പി ഇടണമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവസാനം പല്ലിൽ ബ്രേസസ് ഇട്ട്. അപ്പോൾ പല്ല് ബ്രേസസ് ഇടുമ്പം നല്ല വേദനയും ഇതൊക്കെ ആയിരിക്കും. ഞാൻ മുമ്പ് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേദനയൊക്കെ എന്തുവാന്ന് എനിക്കറിയാം. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് നേരെ ഒരു ചെരുപ്പ് മേടിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തക്കടുവിനും ഉമ്മായിക്കും ഓരോ ചെരുപ്പ് മേടിച്ചായിരുന്നു. അപ്പോൾ സ്കൂൾ തുറപ്പല്ലേ, അതുകൊണ്ട് കടയിൽ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ പണ്ടേ ഞങ്ങൾ വരുന്ന ചെരുപ്പ് കടയാണ്. ചെരുപ്പ് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരാൾ ജ്യൂസ് കുടിക്കാൻ പോകാമെന്നും പറഞ്ഞ് ബഹളം വെക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ താഴെ തന്നെയുള്ള ജ്യൂസ് കടയാണ്. അങ്ങനെ ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇവിടെ ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയതാണ്. അപ്പോൾ ആർദ്രയ്ക്ക് കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടുകൊണ്ട് അവർ നോക്കി ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്ന രണ്ടുപേരും പല്ലിൽ കമ്പി ഇട്ടവരാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഇല്ലാത്തവരും ഇപ്പോൾ കമ്പി ഇടുന്ന ഒരു ട്രെൻഡാണെന്ന് തോന്നുന്നു. അവൻ്റെ പല്ലിലൊന്നും വലിയ പ്രശ്നമൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല കേട്ടോ. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾക്കൊക്കെയാണ് പല്ലിൽ കമ്പി ഇട്ടത്.
എൻ്റെ പല വീഡിയോസും വീട്ടിലിരുന്ന് മക്കൾ കാണുമ്പം എന്നെ ചോദ്യം ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ചില സമയത്തൊന്നും മക്കൾ കൂടെ കാണില്ല, നമ്മൾ കൂടെ ഉള്ളവരൊക്കെ ആയിട്ട് പോയിട്ട് പുറത്ത് പോയി ഫുഡോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ കഴിക്കുമ്പോൾ ഉമ്മിച്ചി ഞങ്ങൾക്ക് മേടിച്ച് തരാതെ കഴിച്ചല്ലേ എന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ ഉണ്ട്. അപ്പോൾ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ ഞാൻ പോകുമ്പോൾ മേടിച്ചുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവരെയും കൂടെ പുറത്ത് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിൽ മിൽക്കാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അവൻ ദാണ്ടെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുമെന്നും പറഞ്ഞ് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര മടിയാണ്, അതുകൊണ്ടാണ് തല കാത്ത് കാത്ത് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ കുറേ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് വീട്ടിൽ വന്നത്. വരുമ്പോൾ ഒരുപാട് ലേറ്റായി കേട്ടോ, ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ തക്കുടു ദാണ്ടെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുകയാണ് എന്താണ് എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാണ്ടത് പാക്ക് ചെയ്യുന്നതൊക്കെ അവിടെ കൊണ്ട് കൊടുക്കണം, പാക്ക് ചെയ്യുന്നിടത്തോട്ട്. ഇപ്പോൾ വൈകിട്ടാകുമ്പം നല്ല മഴക്കോളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും മഴ പെയ്യുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് മഴ പെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെറിയും വേറെ കുറച്ച് ഐറ്റംസും ആണ് ഞാൻ എടുത്തത്. എവിടെ പോവുകയാണെങ്കിലും മുന്നേ കയറി നിൽക്കുന്നത് തക്കടുമാണ്, അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തക്കട് കൂടെ വരാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ വരുമോ എന്നുള്ള ടെൻഷനിലാണ് ഞാനും കൊണ്ടുപോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ തക്കട് ഓരോന്നും ചോദിച്ച് നിൽക്കുകയാണേ. താക്കുടുവിൻ്റെ മുടിയെല്ലാം നല്ലതുപോലെ വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ലൈഡൊന്നും കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കുറച്ച് നേരം കുത്തി വെച്ചിട്ട് പിന്നെ അങ്ങ് ഊരിക്കളയും. അപ്പോൾ മുടി ഒതുക്കിയപ്പം ദേഷ്യം വരുന്നു കേട്ടോ. അപ്പോൾ അതാണ്ട് നിങ്ങൾക്കാണ് ടാറ്റ താക്കുടുവിൻ്റെ കേട്ടോ. അപ്പോൾ ഞാനും താക്കുടുവും കൂടെ പാക്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ട് തിരിച്ച് വരുമ്പം കടയിലോട്ട് കയറി. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ കട. അപ്പോൾ ഉമ്മയാണ് കടയുള്ളത്. കട അടയ്ക്കാനുള്ള ടൈമായി വരുന്നു. അങ്ങനെ ഞാൻ കട അടയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നതാണ്. ഇടയ്ക്കൂടെ മഴ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഉമ്മ സഞ്ചിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കടയടയ്ക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.